ഞാനും അവളും കൂടി കുളക്കടവിലേക്ക് നടന്നു. അന്ന് ചെറിയൊരു ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. അത് കാര്യമാക്കാതെ ഞങ്ങൾ നടന്നു. എന്തായാലും മുങ്ങാൻ പോവുകയല്ലേ, പിന്നെ ചാറ്റൽ മഴ ഒരു പ്രശ്നമാക്കേണ്ട എന്ന് അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അന്നേരം അവളുടെ മകൻ വീടിനുള്ളിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങനെ നേരെ കുളക്കടവിലേക്ക് ചെന്നു. ഞാൻ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അവൾ ആ കൽപ്പടവിൽ വെള്ളത്തിലേക്ക് കാലും നീട്ടിക്കൊണ്ടിരുന്നു. ഇരുട്ടാവാൻ തുടങ്ങിയിരുന്നത് കൊണ്ട് വെളിച്ചം കുറവായിരുന്നു. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. വയസ്സുകാലത്ത് ഭാഗ്യം ഇങ്ങനെ ഒരു രൂപത്തിൽ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അങ്ങനെ വലിയ പ്രതീക്ഷകൾക്ക് വകയില്ലാതെ കാര്യങ്ങൾ നീങ്ങുന്ന സമയത്താണ് ഒരു ദിവസം ഭാഗ്യം പാമ്പിന്റെ രൂപത്തിൽ എന്നെ തേടിയെത്തുന്നത്. അന്ന് അവളുടെ അച്ഛനും അമ്മയും വേറെ ചിലരും കൂടി സന്ദർശനത്തിന് വന്ന് അത്താഴമൊക്കെ കഴിഞ്ഞു പോകാനിറങ്ങുന്ന സമയത്ത് അവരുടെ കാറിന്റെ അടിയിലേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞു കയറുന്നത് ആരോ കണ്ടു. കണ്ടപാടെ അയാൾ പാമ്പേ പാമ്പേ എന്ന് നിലവിളിച്ചു. ഉള്ളിൽ കയറിയ പാമ്പ് പുറത്തിറങ്ങാതെ കാറിന്റെ അടിയിൽ വിശ്രമിക്കാൻ തുടങ്ങിയതോടെ എല്ലാം ഭയന്ന് മാറി നിന്നു. പരസ്പരം ചർച്ചകൾ തുടങ്ങി. ചർച്ച ചെയ്താൽ പാമ്പ് ഇറങ്ങിപ്പോകുമെന്ന് അവർ കരുതി കാണും. പക്ഷെ പാമ്പ് പോയില്ല. ആ തൊമ്മി അങ്കിളിനോട് ഒന്ന് പറ മമ്മി, മാർഗമൊന്നും കാണാതെ വന്നതിനാൽ. അവസാനം റൂബി അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. എന്നോട് അവൾ അവഗണന കാണിക്കുന്നതിനാൽ ബഹളമൊക്കെ കേട്ടിട്ടും ഞാൻ അങ്ങോട്ട് പോകാതെ അവറാന്റെ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. തൊമ്മിച്ചായ, വണ്ടിയുടെ അടിയിൽ ഒരു പാമ്പ് കയറി, അത് ഇറങ്ങി പോകുന്നില്ല. അവളുടെ അമ്മ എന്നോട് വന്ന് പറഞ്ഞു. ആണോ, ഞാൻ വരാം. ഞാൻ എങ്ങനെ ടോർച്ചുമായി ചെന്ന് കാറിന്റെ അടിയിൽ നോക്കി. മൂർഖനാണ് അവൻ. എന്നെ കണ്ടപ്പോൾ തല പൊക്കി ഒന്ന് ചീറ്റി. അയ്യോ, ചീറ്റുന്നു, റൂബി ഭയത്തോടെ പറഞ്ഞുകൊണ്ട് മകനെ ചേർത്ത് പിടിച്ചു. വെളുത്തു കൊഴുത്ത് അവളുടെ ദേഹത്തേക്ക് നോക്കി. അവളെ നോക്കിക്കൊണ്ട് ചെന്ന് ഞാൻ ഒരു വടിയെടുത്തു. മൂർഖനാണ്, നിങ്ങൾ ഉള്ളിലോട്ട് കയറി നിന്നു, ഞാൻ പറഞ്ഞു. അയ്യോ, മൂർഖൻ പാമ്പാണോ? ദൈവമേ, ആരോ നിലവിളിച്ചു. എല്ലാവരും വേഗം വീടിന്റെ ഉള്ളിൽ കയറി കതകടച്ച ശേഷം ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഞാൻ വടിയുമായി നിലത്തേക്ക് ഇരുന്നു. എന്നിട്ട് മെല്ലെ അത് ഉള്ളിലേക്കിട്ടു പാമ്പിനെ തൊട്ടു. അവൻ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ശരവേഗത്തിൽ ഇഴഞ്ഞിറങ്ങിയപ്പോൾ ഉള്ളിൽ നിന്നും ഒരു കൂർത്ത നിലവിളി ഞാൻ കേട്ടു. പക്ഷെ നിമിഷ നേരം കൊണ്ട് എന്റെ വടി അവന്റെ നടുവിന് തന്നെ ശക്തമായി പതിഞ്ഞു കഴിഞ്ഞിരുന്നു. നടുവിൽ എല്ല് തകർന്ന മൂർഖൻ ഇഴയാനാകാതെ പുളഞ്ഞപ്പോൾ അവന്റെ തലക്കടിച്ച് ഞാൻ അതിനെ കൊന്നു. ആവൂ, ഇച്ചായന്റെ ധൈര്യം ഭയങ്കരം തന്നെ. ഞങ്ങൾ പേടിച്ചു വിറച്ച ഉള്ളിൽ തന്നെ നിന്നത്. പാമ്പിനെ കൊന്നതോടെ പുറത്തേക്ക് വന്ന റൂബിയുടെ തള്ള പറഞ്ഞു. എല്ലാവരുടെയും, പ്രത്യേകിച്ച് റൂബിയുടെയും കണ്ണുകളിലെ ആരാധനാഭാവം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അന്ന് തൊട്ടാണ് എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. ഈ സംഭവത്തോടെ എനിക്കൊരു ഹീറോ പരിവേഷം തന്നെ അവളുടെ മനസ്സിലുണ്ടായി. അവളുടെ നോട്ടത്തിലും സംസാരത്തിലും ഒക്കെ അത് പ്രകടമാവുകയും ചെയ്തു. ഞാൻ തൊമ്മി. ഇപ്പോൾ 60 വയസ്സുണ്ട്. പ്രായം എത്രയുണ്ടെങ്കിലും എന്നെ കണ്ടാൽ അത്ര പ്രായമൊന്നും തോന്നിക്കില്ല. വലിയ ഗ്ലാമറൊന്നുമില്ല, എങ്കിലും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം എനിക്കുണ്ട്. മരംവെട്ടും കൃഷിപ്പണിയും ഒക്കെയായി ജീവിക്കുന്നതിനാൽ എന്റെ ശരീരം നല്ല ഉറച്ചതാണ്. മക്കളെ രണ്ടുപേരെയും ഒരുമാതിരി പഠിപ്പിച്ച് പുറത്തേക്ക് അയച്ചു. രണ്ടും പെണ്ണ് കെട്ടി ഭാര്യമാരും കുട്ടികളും ഒക്കെയായി പുറത്താണ്. ഞങ്ങൾ സാധാരണക്കാരായതിനാൽ പണക്കാരായ ബന്ധുക്കൾ ഞങ്ങളെ അല്പം പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. അവരുടെയൊക്കെ വീടുകളിൽ ഞാൻ പോകുമായിരുന്നു. എങ്കിലും ഞങ്ങളെ അവർക്ക് തുല്യരായി ആരും കണ്ടിരുന്നില്ല. ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളിലും വെച്ച് ഞങ്ങളായിരുന്നു സാമ്പത്തികമായി ഏറ്റവും പിന്നിൽ. എന്റെ ഭാര്യയുടെ ആങ്ങള അവറാനും ഒരു കോടീശ്വരനാണ്. ഇഷ്ടം പോലെ പണം. അവനും എന്നെ പോലെ 2 ആൺമക്കളാണുള്ളത്. മൂത്തവൻ അമേരിക്കയിലും ഇളവൻ സൗദിയിലും കുടുംബമായി താമസിക്കുന്നു. അവറാന്റെ ഭാര്യ അടുത്തിടെയാണ് മരിച്ചത്. രണ്ടും മഹാജാട ടീമുകളായിരുന്നു. ഞങ്ങളെ എപ്പോൾ കണ്ടാലും മക്കളുടെ ആത്മ്യവും അവർ പുതുതായി വാങ്ങിയ വീട്, വണ്ടി മുതലായ കാര്യങ്ങളുമാകും അവർക്ക് പറയാനുണ്ടാകുക. വടക്കേ ഇന്ത്യയിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന എന്റെ മക്കൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അവയൊക്കെ എന്ന് രണ്ടാൾക്കും അറിയാമെങ്കിലും അവറാന്റെ ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് കുത്തി ചോദിക്കാറുണ്ടായിരുന്നു. അവറാന്റെ ഭാര്യ കുറെ നാൾ രോഗിയായി കിടന്നിട്ടാണ് മരിച്ചത്. ആ കിടപ്പിൽ മാത്രം അവർ പൊങ്ങച്ചം പറച്ചിൽ ഒഴിവാക്കിയിരുന്നു. ഭാര്യ മരിച്ചേറെ താമസിയാതെ അവറാനും കിടപ്പിലായി. പരസഹായം കൂടാതെ എഴുന്നേൽക്കാനോ ജോലി ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സ്ഥിതിയിലെത്തിയപ്പോൾ അവനെ നോക്കാനായി മക്കൾ ഹോം നഴ്സുമാരെ വെച്ചു. പക്ഷെ കിടപ്പിലാണെങ്കിലും സ്വത്തും പണവും ഒക്കെ അവറാന് മുഖ്യമായിരുന്നു. അന്ന് നിന്ന പെണ്ണുങ്ങളിൽ പലരുമായും അവൻ അതും ഇതും പറഞ്ഞു ഉടക്കി. അവരൊക്കെ അവനെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. അവന്റെ സ്വഭാവം കാരണം ആരും നിൽക്കാതായതോടെ മക്കൾ രണ്ടുപേരും എന്റെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്ത് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് നിൽക്ക്. പുള്ളിക്കാരൻ പുറംപാട്ടുകളെ ആരെയും സംശയം കാരണം ആ വിലയെ വീട്ടിൽ നിർത്തില്ല. അപ്പോൾ ഞങ്ങളോട് അവിടെ ചെന്ന് നിൽക്കാമോ എന്നവർ ചോദിച്ചപ്പോൾ വീട് വിട്ടിട്ട് മാറി നിൽക്കാൻ പറ്റില്ല, ഇടയ്ക്കിടെ വേണമെങ്കിൽ ചെന്ന് കാര്യങ്ങൾ നോക്കാമെന്ന് അവൾ പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങോട്ട് പോയി നിന്നൂടെ? മാസം 10,000 രൂപ അവര് തരും. ഫോൺ വെച്ച ശേഷം ഭാര്യ എന്നോട് ചോദിച്ചു, ഇവിടെ പശുവും കോഴിയും പിന്നെ എന്റെ കൃഷിയും ഒക്കെ ആര് നോക്കും? പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ രാത്രിയിൽ അവിടെ നിന്നാൽ മതി. അച്ഛനെ എഴുന്നേൽക്കാനും കുളിമുറിയിൽ പോകാനും ഒക്കെ ഒരു സഹായം. പകല ഒരു വല്ല ജോലിക്കാരെയും വെക്കട്ടെ, അവൾ പറഞ്ഞു. അവൻ ജോലിക്കാരെ നിർത്തണ്ടേ? എന്തായാലും 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സൗദിയിലുള്ള അവറാന്റെ മകൻ വീണ്ടും എന്റെ ഭാര്യയെ വിളിച്ചു. ഭാര്യ സംസാരിക്കുന്നത് നോക്കിക്കൊണ്ട് ഞാൻ വെളിയിലെ വരാന്തയിലിരുന്നു. എന്തു പറയുന്നു?
അവൻ അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. ഫോൺ വെച്ചിട്ട് അവൾ ചോദിച്ചു, അവൻ എന്താ പറയുന്നത്? അവർ രണ്ടുപേരും കൂടി ചില തീരുമാനങ്ങൾ എടുത്തു. ഇളയ ചെറുക്കൻ സണ്ണിയുടെ ഭാര്യ റൂബിയും മോനും ഇന്ന് വരാൻ പോവാ. പകൽ സമയത്ത് ഒരു ജോലിക്കാരിയെ വെക്കാമെന്നും രാത്രി നിങ്ങൾ അവിടെ ചെന്ന് താമസിക്കാമോ എന്നുമാണ് അവൻ ചോദിച്ചത്. അരമണിക്കൂർ കഴിഞ്ഞ് തീരുമാനം അറിയാൻ അവർ വീണ്ടും വിളിക്കും. റൂബി തങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണാണ്. എന്നാൽ അതിനേക്കാൾ വലിയ അഹങ്കാരവുമാണ് അവൾക്ക്. ഒന്ന് പ്രസവിച്ച് 6-7 വയസ്സുള്ള ഒരു മകനുണ്ടെങ്കിലും പ്രസവശേഷം അവളുടെ സൗന്ദര്യം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഭാര്യയുടെ ചോദ്യം കേട്ട് ഞാൻ അവളെ ഒന്ന് നോക്കി. അവൾ വരുന്നുണ്ടേ പിന്നെ ഞാൻ എന്നാത്തിനാ? വലിയ താല്പര്യമില്ലാതെ ഞാൻ ചോദിച്ചു. അച്ചായനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ അവൾക്ക് തന്നെ പറ്റുമോ? രാത്രി ആണുങ്ങൾ ആരെങ്കിലും അവിടെ വേണം. 20,000 രൂപ വീതം മാസം മാസം തരാമെന്ന് അവൻ പറഞ്ഞത്. കാശൊക്കെ മൂത്തവൻ മുടങ്ങിക്കോളും. അവനും അവന്റെ ഭാര്യയും അമേരിക്കയിൽ വാരുമല്ലയോ? ഭാര്യ എന്നെ പ്രലോഭിപ്പിച്ചു. അങ്ങനെ റൂബി എത്തി. ഞാൻ അവർ എന്റെ വീട്ടിൽ രാത്രി കിടക്കാൻ പോയി തുടങ്ങുകയും ചെയ്തു. അവിടെയുള്ള താമസം 2-3 ദിവസമായതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. റൂബി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവളുടെ താല്പര്യപ്രകാരമല്ല. അവൾക്ക് വയസ്സായ അമ്മായിപ്പനെ നോക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് നിർബന്ധിച്ചതുകൊണ്ട് മനസ്സോടെയാണ് അവൾ വന്നിരിക്കുന്നത്. അതിന്റെ എല്ലാ പെരുമാറ്റ പ്രശ്നങ്ങളും അവളിൽ ഉണ്ടായിരുന്നു. അവരാൻ കിടക്കുന്ന ഭാഗത്തേക്ക് അവൾ എത്തി നോക്കുക പോലുമില്ല എന്നും ഞാൻ മനസ്സിലാക്കി. പകൽ ജോലിക്കാരിയാണ് എല്ലാം നോക്കുന്നത്. സന്ധ്യയോടെ ഞാൻ ചെല്ലും. പിന്നെ അവറാനെ നോക്കൽ എന്റെ ഉത്തരവാദിത്വമാണ്. അവറാനോട് മനസ്സിലുള്ള വിരോധം അവൾ എന്നോടും കാണിച്ചതാണ് എന്നെ കുഴക്കിയത്. അവളോട് അടുക്കാൻ ഞാൻ മാർഗങ്ങൾ തേടിയെങ്കിലും സാധിച്ചില്ല. എന്നെ ഗൗനിക്കുക പോലും ചെയ്യാതെയാണ് അവൾ വീട്ടിൽ പെരുമാറുന്നത്. ഞാനും അവറാനുള്ള ഇടത്തേക്ക് അവൾ ചെറുക്കനെ പോലും അയക്കില്ല. അത്രയും അഹങ്കാരം കാണിച്ചിരുന്ന അവൾ ആ പാമ്പിനെ കണ്ടതോടെ ആകെ ഒന്നടങ്ങി. ആ സംഭവത്തോടെ റൂബി എന്നോട് ചിരിക്കാനും സംസാരിക്കാനും തുടങ്ങി. അങ്ങനെ അവൾ അവറാനോട് തുടക്കത്തിൽ കാണിച്ചിരുന്ന അകൽച്ച മെല്ലെ മെല്ലെ കുറയ്ക്കുകയും ചെയ്തു. അവളും മോനും എന്നോട് അടുപ്പത്തിലായി. ഞാൻ അവന് കഥകളും മറ്റും പറഞ്ഞു കൊടുക്കും. അവനിൽ നിന്നും സണ്ണിയും അവളും തമ്മിലുള്ള വഴക്കും പിണക്കങ്ങളും ഒക്കെ ഞാൻ അറിഞ്ഞു. അത്ര സുഖമുള്ള ദാമ്പത്യമല്ല അവളുടേതെന്ന അറിവ് എനിക്ക് കിട്ടി. മോനും അവളും ഒരേ മുറിയിലാണ് ഉറക്കം. അവൻ വേറെ കട്ടിലിലാണെന്ന് മാത്രം. ഒരിക്കൽ ഞാൻ റൂബിയോട് അങ്ങനെ പറഞ്ഞു, മോളെ, ആൺകുട്ടികളെ തനിച്ച് കിടത്തി ഉറക്കണം. കൂട്ടുകിടന്ന് ചീരിച്ചാൽ അവന് ധൈര്യമില്ലാത്തവനായി വളരും. അവൻ തനിച്ച് കിടന്നിട്ടില്ലെങ്കിൽ അത് സാരമില്ല, എങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അങ്ങനെ അന്നു മുതൽ മകനെ വേറെ മുറിയിൽ കിടത്തി അവൾ ഉറക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്ന അവൾ പക്ഷെ 1-2 ദിവസം കഴിഞ്ഞതോടെ പ്രശ്നമില്ലാതെ തനിയെ കിടക്കാൻ ശീലിച്ചു. റൂബി എന്തിനും എന്നെ സഹായത്തിന് വിളിക്കുന്ന പരിപാടിയും അതോടെ ആരംഭിച്ചു. അവൾക്ക് ജോലി ചെയ്യാൻ നല്ല മടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവൾക്ക് സുഖിച്ചു ജീവിക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. എനിക്ക് പക്ഷെ അവളെ സഹായിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ അതിന് തയ്യാറായിരുന്നു. ഒരിക്കൽ ഞാനത് അവളോട് പറയുകയും ചെയ്തു, മോളെ, എനിക്ക് അവര് കാശ് തരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ജോലി വേണേലും മോൾ മടിക്കാതെ എന്നോട് പറയണം. തുണി കഴുകാനോ വേറെ എന്ത് പണിയും, കേട്ടോ? അവൾ ചിരിച്ചുകൊണ്ട് മൂളി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. അന്ന് രാത്രി പതിവ് പോലെ അത്താഴമൊക്കെ കഴിഞ്ഞു. ഞാൻ അവറാനെ കുളിമുറിയിലും മറ്റും കൊണ്ടുപോയിട്ട് തിരികെ കട്ടിലിൽ എത്തിച്ചു. രാത്രിയായാൽ അവറാൻ ഉറങ്ങിക്കോളും. പകൽ അവൻ ഒട്ടും ഉറങ്ങില്ല. അതുകൊണ്ട് രാത്രി വലിയ ശല്യങ്ങളൊന്നും അവനിൽ നിന്നും ഉണ്ടാകാറില്ല. അന്ന് അളവിൽ കൂടുതൽ മദ്യം ഞാൻ ചെലുത്തിയിരുന്നു. അവറാനെ കിടത്തിയ ശേഷം ഞാൻ എന്റെ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഡൈനിങ് മുറിയിൽ ചെന്ന് രാത്രി കുടിക്കാൻ ഒരു കുപ്പി വെള്ളം എടുത്തപ്പോൾ റൂബി മകന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പച്ചൻ കിടന്നു. വെള്ളം കുടിച്ച ശേഷം അവൾ ചോദിച്ചു, അവറാനെ അപ്പച്ചൻ എന്നാണ് അവൾ വിളിക്കുന്നത്. മോനോ? അവനിന്ന് നേരത്തെ ഉറങ്ങി. ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അവൾ കൈകൾ പൊക്കി മുടിയിൽ കെട്ടിയിരുന്ന ഹെയർ ബാൻഡ് അഡ്ജസ്റ്റ് ചെയ്തു. മോക്ക് ഇവിടെ ആകെ ബോറായി കാണുമല്ലയോ? എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി തന്ത്രപൂർവ്വം ഞാൻ ചോദിച്ചു. സണ്ണി എന്ന് വരുമിനി അറിയില്ല. നല്ല പ്രായത്തിൽ ഭർത്താവും ഭാര്യയും മാറി താമസിക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാ അല്ലേ മോളെ? ഇടയ്ക്ക് മോക്ക് അങ്ങോട്ട് പോകരുതോ? അവളെ സുഖിപ്പിക്കാൻ മാർഗം തേടിക്കൊണ്ട് ഞാൻ ചോദിച്ചു. പറ്റില്ല അങ്കിളെ, മോനെ സ്കൂളിൽ ചേർത്തില്ലേ? ഇനി അവന് അവധി കിട്ടാതെ എങ്ങനെ പോകും? സണ്ണിച്ചായൻ ഇങ്ങോട്ട് വരാനും അവധി കിട്ടില്ല. അവൾ എന്റെ കണ്ണിലേക്ക് നോക്കി. അവറാൻ ഇങ്ങനെ വന്നോണ്ടല്ലേ മോളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല അങ്കിളെ. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടാണ് സുഖം ഇപ്പോൾ. പക്ഷെ മോക്ക് ഗുണമില്ലല്ലോ. ആളങ്ങല്ലേ? ഞാൻ ഒരു ചിരിയോടെ പറഞ്ഞു. നാട്ടിൻപുറം നല്ല സുഖമുള്ള സ്ഥലങ്ങളാ. അങ്കിൾ അവിടെ ഉള്ളത് എനിക്ക് വലിയ സഹായമാ. ഇല്ല, ഞാൻ ആകെ കഷ്ടപ്പെട്ടു പോയേനെ. മോൾക്ക് എന്ത് വേണേലും എന്നോട് പറയണം. ഒരു ജോലിയും മോള് ചെയ്യണ്ട. പറയാൻ മടിക്കാതിരുന്നാ മാത്രം മതി. അങ്കിളെ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? അവൾ മുടി ഹെയർ ബാൻഡ് കണ്ട് നന്നായി കിട്ടിയ ശേഷം ചോദിച്ചു. എന്താ മോളെ? നമ്മുടെ പറമ്പിൽ ഒരു കുളമില്ലേ? ആ കുളത്തിൽ എനിക്ക് നീന്തൽ പഠിക്കണമെന്നുണ്ട്. അങ്കിളിന് നല്ലപോലെ നീന്താൻ അറിയാമല്ലോ. അങ്കിൾ കുളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് നീന്തുന്നതും മീനെ പിടിക്കണമെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തൊട്ട് എനിക്ക് തോന്നിയ ആഗ്രഹമാണ്. എങ്ങനെ അത് അങ്കിളിനോട് പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. മോള് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. അങ്കിളിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചു തരാൻ പറ്റുമോ? അയ്യോ, ഇത്രയുള്ളൂ കാര്യം. അതിനെന്താ മോളെ എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമേ ഉള്ളൂ. എങ്കിൽ നാളെ തന്നെ നമുക്ക് പഠിച്ചാലോ? വൈകിട്ട് അങ്കിൾ വന്നതിന് ശേഷം അപ്പച്ചന്റെ പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് പോകാം. അപ്പോഴാകുമ്പോൾ വേറെ ആരും കാണുകയുമില്ല. ശരി മോളെ, അങ്ങനെ ചെയ്യാം. അങ്ങനെ പിറ്റേന്ന് ഞാൻ നേരത്തെ തന്നെ അങ്ങോട്ട് ചെന്നു.
അവിടുത്തെ കാര്യങ്ങളെല്ലാം നേരത്തെ കഴിച്ച് ഞാനും അവളും കൂടി കുളക്കടവിലേക്ക് നടന്നു. അന്ന് ചെറിയൊരു ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. അത് കാര്യമാക്കാതെ ഞങ്ങൾ നടന്നു. എന്തായാലും മുങ്ങാൻ പോവുകയല്ലേ, പിന്നെ ചാറ്റൽ മഴ ഒരു പ്രശ്നമാക്കേണ്ട എന്ന് അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അന്നേരം അവളുടെ മകൻ വീടിനുള്ളിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങനെ നേരെ കുളക്കടവിലേക്ക് ചെന്നു. ഞാൻ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അവൾ ആ കൽപ്പടവിൽ വെള്ളത്തിലേക്ക് കാലം നീട്ടിക്കൊണ്ടിരുന്നു. ഇരുട്ടാവാൻ തുടങ്ങിയിരുന്നത് കൊണ്ട് വെളിച്ചം കുറവായിരുന്നു. ശേഷം അവൾ പതിയെ കുളത്തിലെ തണുപ്പിലേക്ക് ഇറങ്ങി. അവൾ കൈകാലുകളിട്ട് അടിക്കാൻ തുടങ്ങി. പതിയെ പതിയെ അവൾ പരൽമീനുകളെ പോലെ പിടഞ്ഞു. വല്ലാത്ത ആഗ്രഹമായിരുന്നതിനാൽ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുന്നുണ്ടായിരുന്നു. മുങ്ങാകുഴിയിട്ട് പൊങ്ങിയപ്പോൾ അവൾ എന്തിലോ കയറി പിടിച്ചു. അത് നീളിനെയുള്ള എന്തോ ആയിരുന്നു. അയ്യോ, പാമ്പ്! അവൾ അലറി. ഞാൻ അത് കണ്ടപ്പോൾ പറഞ്ഞു, പേടിക്കേണ്ട മോളെ, അതൊരു കുഞ്ഞൻ പാമ്പല്ലേ, ഒന്ന് പിടിച്ചാൽ മെരുങ്ങിക്കോളും. അയ്യോ, എനിക്ക് പേടിയാണെങ്കിൽ, അവൾ പറഞ്ഞു. എന്തിനാ പേടിക്കുന്നേ? ഞാൻ അതിനെ കയ്യിൽ വെച്ച് കൊടുത്തു. പതിയെ പതിയെ അവൾക്ക് പേടി കുറഞ്ഞു. ആ പരൽമൻ ആ പാമ്പുകളുമായി കളിച്ചു. പിന്നെ ഏറെ നേരം ആ വെള്ളത്തിൽ നീന്തി തുടിച്ചുകൊണ്ടാണ് തിരിച്ചു കയറിയത്. അതിനോടകം നല്ല പോലെ നീന്തൽ പഠിക്കുകയും ചെയ്തു. മുങ്ങാൻകുഴിയിട്ട് മീൻ പിടിക്കാനും അവൾ നല്ല പോലെ പഠിച്ചു. അങ്ങനെ ദിവസങ്ങൾ കുറെ കടന്നുപോയി. ഒറ്റയ്ക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടും അവൾ അറിഞ്ഞിരുന്നില്ല. നാട്ടിലെ കാലാവസ്ഥയിൽ അവൾ നീന്തി തുടിച്ചു. ഒരു 6 മാസം അങ്ങനെ കടന്നുപോയി. അപ്പോഴാണ് പെട്ടെന്ന് അവർ ആ അസുഖം കൂടിയത്. അവൻ അങ്ങനെ പോവുകയും ചെയ്തു. പിന്നെ മക്കൾ എല്ലാവരും വന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 1 മാസത്തിനകം അവർ തിരിച്ചുപോയി. ഒപ്പം റൂബിയും മകനും. എന്നോട് ഒരുപാട് സ്നേഹവും നന്ദിയും പറഞ്ഞാണ് അവൾ പോയത്. ആ വീട് ഇപ്പോൾ അനാഥമാണ്. പഴയ ഓർമ്മകളുമായി ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ ഇതിൽ നല്ല കഥകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.